കൊടുക്കാൻ പറ്റിയില്ല സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ നാളെ പോയിട്ട് അറിയണം. സപ്പോർട്ട് ഭയങ്കര സന്തോഷം. ഈ വർഷം ഉണ്ടാവുക ഡിസംബറിലുണ്ടോ? അടുത്ത വെക്കേഷൻ നടക്കാനും വേണം. അതായത് വെച്ചാൽ രാവിലെ അവിടെ വൈകുന്നേരം ഇവിടെ നിങ്ങൾ കൊള്ളാൻ സാരി നല്ല ഡിഫറെന്റ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് വാങ്ങിയിട്ട് ഞങ്ങളിത് കമ്പൈൻ ചെയ്ത ബാക്കിയൊന്നും തുണി എനിക്ക് തോന്നുന്നത്. അത് അലവലപ്പുറം നന്നായിരുന്നു. നല്ല ആളുണ്ടായിരുന്നു. നല്ല ഭയങ്കര സ്നേഹം, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ക്രൗഡും നന്നായിരുന്നു. നല്ല എക്സ്പീരിയൻസ്. ഓക്കെ, പിന്നെ അല്ലല്ല ഞാൻ അവിടെയായിരുന്നു. ഞാൻ മൂവാറ്റുപുഴയിൽ എന്നാൽ തലയോലപ്പറമ്പിൽ എന്തായി അങ്ങനെ ഓടി സിംഗം അത് വിജയിപ്പിച്ചെടുത്തു. നല്ല പണിയിട്ടുണ്ട്. നന്നായിരുന്നു. നമസ്കാരം. സുമതി വളവിൻ്റെ സക്സസ് സെലിബ്രേഷനിൽ അങ്ങനെ എത്തി നിൽക്കുകയാണ്. ഏറ്റവും രസകരമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഞാനിതിൻ്റെ വളരെ ഇനീഷ്യൽ സ്റ്റേജ് മുതലുള്ള ഓരോരോ ഒക്കേഷനിലും ലോഞ്ച് ഇവന്റ്, അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് ഇവന്റ്, അത് കഴിഞ്ഞ് ഷൂട്ട്, അത് കഴിഞ്ഞ് സക്സസ് സെലിബ്രേഷനിലൊക്കെ വന്നതിൻ്റെ ഭാഗമാവാൻ പറ്റിയെന്നുള്ളൊരു ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിതിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും എൻ്റെ സ്വന്തം സിനിമ എന്നുള്ളൊരു ഫീലുള്ളൊരു സിനിമ കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇവർ എത്രത്തോളം ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ എനിക്കറിയാം. ഗോപികളുള്ളതുകൊണ്ട് മാത്രമല്ല, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഉള്ളൊരു സിനിമയാണ്. എനിക്ക് വളരെ രസകരമായ യാത്രയായിട്ട് തോന്നി. കാരണം ആദ്യത്തെ ദിവസം സിനിമ ഇറങ്ങിയപ്പോൾ ഇത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പല അഭിപ്രായങ്ങൾ ഒരേ സമയത്ത് വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് കണ്ട ഫാമിലിയൊക്കെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. ഓൺലൈനിൽ കുറേ ആളുകൾ അവർക്കത് വർക്കായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്താണ്, ഇത് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിരുന്നില്ല, കുറേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഇടയിൽ അതൊന്നും അല്ലാതെ ഈ സിനിമയെ ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ പല ചാലഞ്ചസിലൂടെ പോയിട്ട് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 1 ഇറങ്ങി ഇപ്പം കഴിഞ്ഞ 10 ദിവസം എല്ലാ നൈറ്റ് ഷോകളും ഹൗസ്ഫുൾ ആയി എന്നുള്ളൊരു ഗംഭീര നാഴികക്കല്ലിലേക്ക് വന്ന്
ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു നെഗറ്റീവ് റിവ്യൂ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്നവരാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് അങ്ങോട്ട് മാറി നടക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ്. സോഷ്യൽ മീഡിയയുടെ അഭിപ്രായങ്ങൾ ഒരുപാട് നമ്മൾ എടുക്കുന്നവരാണ്. അതിൻ്റെ മേലെ അതിൻ്റെ ജെനുവിനായിട്ട് ഫാമിലികൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു മെസ്സേജ് ഈ ടീമിന് എത്തിക്കാൻ സാധിച്ചത് ഇവർ സിനിമയിൽ പണിയെടുത്തതിനേക്കാൾ കൂടുതൽ സിനിമ ഇറങ്ങി ഓരോ തിയേറ്ററിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കണ്ണൂർ കാസർഗോഡ് പോലെയുള്ള സ്ഥലം ഒരറ്റത്ത് വേറൊറ്റം വരെ ഇത് കണ്ട പ്രേക്ഷകരെ നേരിട്ട് പോയി കണ്ട് ആ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോഴാണ് അത്രയധികം ഫാമിലീസ് എത്തിയത്. അത്രയും കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഈ കാലത്ത് സിനിമയോട് ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിനൊരു ഗംഭീര കയ്യടി പറയാതിരിക്കാൻ വയ്യ. പേഴ്സണലി എനിക്കറിയാം, എൻ്റെ വീട്ടിലും ഇതിലൊരു മെമ്പർ ഉണ്ട് എന്നുള്ളതുകൊണ്ട് കുറച്ച് കാലമായിട്ട് ഞാൻ അവരെ എപ്പോഴെങ്കിലൊക്കെയാണ് കാണുന്നത്. ഗോപിക ഒന്നെങ്കിലും ഒരു പുലർച്ചെ 3 മണി 4 മണി നൈറ്റ് ഷോസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കുമ്പോഴാണ് ഗോപിക വീട്ടിലെത്തുക. ആ രീതിയിലാണ് ഇവരെല്ലാവരും യാത്ര ചെയ്ത് അത്രയധികം ഈ കാണുന്ന എല്ലാ ടീമും കഴിഞ്ഞ 10 ദിവസമായി ഒറ്റക്കെട്ടായിട്ട് യാത്ര ചെയ്യണം. അർജുന് ഷൂട്ട് ഉള്ളതുകൊണ്ട് അർജുൻ രാത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി 12 മണിയുടെ ഷോട്ട് വരും. എന്നിട്ട് 4 മണിക്ക് അദ്ദേഹം പോയിട്ട് ഷൂട്ട് ചെയ്യും. അങ്ങനെ എല്ലാവരും ഒരേ കമ്മിറ്റ്മെൻറ്റോട് കൂടി ചെയ്ത ഒരു സിനിമയാണ്. ദിസ് മൂവി ഡിസേർവ്സ് എ ലോട്ട് ഓഫ് സക്സസ്. വളരെ ജെനുവിനായിട്ട് മനസ്സിൽ തട്ടി കുറേ അമ്മമാർ, കുറേ കുട്ടികൾ ഇവരുടെ അടുത്ത് മനസ്സ് തുറന്ന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഇവർക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവരൊക്കെ ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഹാർഡ് വർക്ക്. ഇതൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, കുറേ ആളുകൾക്ക് ജെനുവിനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിനിമയാണ്. പക്ഷേ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് എത്താതെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അൺഫെയർ ആയേനെ. അത് അങ്ങനെ എത്താതെ പോയിരുന്നെങ്കിൽ അത് ഈ സിനിമയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് ആയേനെ. പക്ഷെ അങ്ങനെ പോവാതെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് അത് എത്തിക്കുമെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു പ്രൊഡ്യൂസർ, ഒരു ഡയറക്ടർ, ഒരു റൈറ്റർ കം ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള നെടുംതൂണായി നിൽക്കുന്ന ഒരു ടീമും അവരോടൊപ്പം നിൽക്കുന്ന ഒരു കാസ്റ്റും ക്രൂവും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഭാഗ്യം. സോ ഈ ഗ്രാൻഡ് സക്സസ് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. കൺഗ്രാറ്റ്സ് ടു ദ എൻറ്റയർ ടീം. അപ്പോൾ അത് ഓരോരുത്തരായിട്ട് അവരുടെ വിജയയാത്ര പറയുകയാണ്. ഇതിൻ്റെ ഒരു തുടക്കം കുറിക്കാൻ എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയതിൽ സന്തോഷം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആരാണ് ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ തോട്ടഡായ ആളിൽ നിന്ന് തുടങ്ങണോ ഇതിൻ്റെ ക്യാപ്റ്റനിൽ നിന്ന് തുടങ്ങണോ? ഓക്കെ, സോ സുമതി വളവിന് കാരണക്കാരനായ ഈ ചിന്ത ആദ്യം മനസ്സിലേക്ക് വന്ന അഭിലാഷ് പിള്ളയിൽ നിന്ന് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും വലിയ സന്തോഷമായി. ഇവനെ മണിക്കൂറിൽ ലക്ഷങ്ങൾ കൊടുത്ത് വേണം കോമ്പയറിങ്ങിന് കൊണ്ടുവരാൻ. ഫ്രീ ആയിട്ട് ജയിക്കാൻ പറ്റും. ആദ്യമേ താങ്ക്സ് പറയുന്നത് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ക്യാമറാസ് മീഡിയാസിനോടാണ്. കാരണം കഴിഞ്ഞ 10 ദിവസമായിട്ട് ഊണും ഉറക്കമില്ലാതെ നിങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ഏത് സ്ഥലത്ത് പോയാലും ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഒരു ആർമിയായിട്ട് നിങ്ങൾ വന്നു. ഞങ്ങൾക്ക് നേരെ ഉണ്ടായ എല്ലാ ഡീഗ്രേഡിനെയും ഗാർഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ മുന്നിൽ ഒരു ഷീൽഡായിട്ട് നിങ്ങളുണ്ടായിരുന്നു. ജെനുവിനായിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങളുടെ മീഡിയാസ് വഴി പബ്ലിക്കിലേക്ക് എത്തിച്ചു. നെഗറ്റീവ് റിവ്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമയെ നശിപ്പിക്കാൻ ശ്രമിച്ച എല്ലാ നെഗറ്റീവ് റിവ്യൂസിനെയും നിങ്ങൾ ഇല്ലാതാക്കി തന്നു. അതിനാദ്യമേ തന്നെ ഒരു ബിഗ് താങ്ക്സ് മീഡിയ. പിന്നെ എനിക്ക് ആദ്യമേ ഈ ഒരു വേദിയിൽ വെച്ചിട്ട് എനിക്ക് നന്ദി പറയാനുള്ള ദൈവം കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടാണ്. അതായത് ആദ്യം തന്നെ മുള്ളിച്ചേട്ടൻ ഈ ഒരു സിനിമ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പടം ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്ക് വാക്ക് തരുന്ന ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അടിയുമ്പോഴൊക്കെ ഉണ്ടാവും. ബഡ്ജറ്റിൻ്റെ കാര്യമോ പൈസ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇത്രയും വലിയൊരു മുതൽ മുടക്കിൽ ഒരു സിനിമ ചെയ്ത ഈ മൊമെൻറ്റ് വരെയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന മുള്ളിച്ചേട്ടനെ ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. രണ്ടാമത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു പ്രൊഫഷൻ പോലെ ഞങ്ങളൊപ്പം വന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും സിനിമയോടുള്ള സ്നേഹം
എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വേറെ പറയാനുണ്ട് ഈ ബോംബെടുത്ത് എല്ലാവർക്കും നമസ്കാരം. സുമതി വളവ് ഒരു ഇത്രയും വലിയൊരു വിജയമാക്കി തന്ന എല്ലാ സിനിമാ പ്രേക്ഷകരോടും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഇത്രയും പേര് ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് ഇങ്ങനെ വന്നതിൽ ഭയങ്കര സന്തോഷം. ഈ ഫുൾ ടീം സിനിമ ഇറങ്ങി അന്ന് തൊട്ട് ഈ കാണുന്ന ഫുൾ ടൂ ഞാനൊന്നും അത്രയും പങ്കെടുത്തില്ല. കേരളം മുഴുവൻ ട്രാവൽ ചെയ്ത് ഈ സിനിമ പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇനിവേ സിനിമ ജനങ്ങളെ ഏറ്റെടുത്തെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. ഇനിയും ഓടട്ടെ, ഇനിയും കുറേ ആഴ്ചകൾ ഓടട്ടെ.